ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. DQ40 ആളുടെ 40ാമത്തെ ചിത്രം മലയാളത്തിൽ സംഭവിക്കും. നഹാസ് ഹിദായത്ത് സിനിമ സംവിധാനം ചെയ്യും. ഇതിന്റെ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ചധികം റൂമേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ ഒരു സിനിമ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ്. ഒരു ഗംഭീര വരവ് തന്നെ മലയാളത്തിലേക്ക്, ഒരു ഗംഭീര തിരിച്ചുവരവ്. അത് റൂമറുകൾ പ്രകാരം വന്നിട്ടുള്ള ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അമ്മാതിരി സംഭവം കേട്ടോ, വേറെ ഭീകരം. ഇതെല്ലാം കൂടി ഒത്തുവെച്ച് നോക്കുക, ദൈവം എന്താണ് ചെയ്യാൻ പോണെന്നാണ് ആലോചിച്ചു പോണത്. അത്രയ്ക്ക് ഭീകരമാണ് ഇതിന്റെ ക്രൂസ്. അതും മലയാളത്തിൽ ഇപ്പം ഈ അടുത്ത് നമുക്കറിയാം 2024 ഹിറ്റായ സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്നു. അതെ, അതും ഇന്ത്യയിൽ തന്നെ വലിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള പലരും ഒരുമിക്കുന്നു. എൻ്റെ മോനെ അത് ഞെട്ടിപ്പോയി. ആദ്യമേ ഇതിന് എന്താണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ RDXന്റെ സംവിധായകൻ നഹാസ് ഹിദായത്ത് ദുൽഖറിന്റെ കൂടെ സിനിമ ചെയ്യുന്നു. ഇത് തന്നെ ഹൈപ്പിലുള്ളൊരു സംഭവമാണ്. പിന്നെ നഹാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു വലിയ സംഭവം തന്നെയാണ്. പിന്നെ ആളുടെ കയ്യിൽ അന്ന് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആൾക്ക് തീം ആളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു സിനിമ എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയായിരുന്നു. പക്ഷെ അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് RDX സിനിമയുടെ വിജയം ഭയങ്കരമായിട്ട് ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദുൽഖറിനെ കിട്ടുമ്പോൾ വലിയ സിനിമയായിട്ട് തന്നെ ആൾക്കത് പുറത്തിറക്കാൻ പറ്റും. തീർച്ചയായിട്ടും തീം അങ്ങനെ കേട്ടോ. പിന്നെ മലയാളത്തിലേക്ക് കാത്തിരിക്കുന്നതാണ് ശരിക്കും ദുൽഖറിന്റെ ഒരു വരവ്. ആ വരുന്ന വരവ് വൻ വരവ് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ വരട്ടെ. അതെ, ആൾറെഡി കിങ് ഓഫ് കൊത്ത എന്ന സിനിമ മലയാളത്തിൽ നിന്ന് വന്ന് വമ്പൻ ഒരു വലിയ നിരാശ സമ്മാനിച്ചാണ് പോയത്. അത് ഭയങ്കരമായിട്ട് ട്രോളായിട്ടുണ്ടായിരുന്നു. ദുൽഖറിന് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം തന്നെയായിരുന്നു അത്. പക്ഷെ അതിനുശേഷം ലക്കി ഭാസ്കർ സംഭവിച്ചു, അതിൻ്റെ ഇടയിൽ കൽക്കി സംഭവിച്ചു. അതൊരു ചെറിയ കാമ്യമാണെങ്കിലും വലിയ വിജയം തന്നെയായിരുന്നു. അത്യാവശ്യം ചർച്ചയായ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്നെ ലക്കി ഭാസ്കർ ഇപ്പോഴും ട്രെൻഡിങ് ആണ് നെറ്റ്ഫ്ലിക്സിൽ. അത്രയും വലിയ സിനിമയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നു. നമ്മുടെയൊക്കെ ഫേവറേറ്റ് സിനിമയാണ്. അപ്പോൾ അതിലൂടെ ആ ഒരു നെഗറ്റീവൊക്കെ മാറ്റിയിട്ട് ഒരു വിജയ നടൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷെ മലയാളത്തിൽ നമുക്കൊരു വിജയ സിനിമ വേണം. മലയാള ഇൻഡസ്ട്രിയിൽ എത്രയൊക്കെ അവിടെ പോയിട്ട് ഹിറ്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാലും അതൊരു നെഗറ്റീവ് തന്നെയായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അത് മാറുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മാറ്റണം. അത് മാറ്റാനുള്ളൊരു സംഭവം നഹാസ് ഹിദായത്തിന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞു തരാം ആരൊക്കെയാ എന്തൊക്കെയാന്നുള്ളത്. അതെ, എന്തായാലും ഒരു കൊടൂര തീമാണ് ഇതിൻ്റെ. ടെൻഷനും ഉണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ. അതായത് പാളിപ്പോയാൽ മേ ബി എന്താവും എന്നുള്ളൊരു ടെൻഷനുണ്ട്. പക്ഷെ അത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായാലും ഒരു സയൻസ് ഫിക്ഷൻ പരിപാടി തന്നെയാണ്. പിന്നെ പക്ക ആക്ഷൻ മൂവിയാണ്. എന്തായാലും ഇതിൽ അഭിനയിക്കുന്നവരും പിന്നെ ഇതിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, ഒരു വമ്പൻ ലിസ്റ്റാണ്. ഞെട്ടിപ്പോവും കേട്ടാൽ. യെസ്, ഓക്കെ. DOP നിന്ന് തുടങ്ങാം. സിനിമയുടെ DOP നമ്മുടെ തല്ലുമാലക്ക് ക്യാമറ ചലിപ്പിച്ച ആളാണ് ജിംഷി ഖാലിദ്. അറിയാലോ എന്തായിരുന്നു അതിന്റെ ക്യാമറ അല്ലെങ്കിൽ DOPന്റെ ഒരു സ്റ്റൈലും ഇതൊക്കെ കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് ജെയ്ക്സ് ബിജോയ് ആണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഐഡന്റിറ്റി സിനിമ തന്നെ എടുത്താൽ മതി. ആളുടെ BGM കൂടി ഇല്ലെങ്കിൽ ആ സിനിമേന്റെ അവസ്ഥ വളരെ ശോകമായിപ്പോയി. ആളുടെ BGM അതുകൊണ്ട് മാത്രമാണ് ആ സിനിമ കുറെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ആളുടെ അതിന്റെ ഒരു പവർ വേറെ ലെവലാ. എന്തിന് നമ്മൾ ഐഡന്റിറ്റി പോട്ടെ, കോക്കൻ എടുക്കാം. കൊത്ത വളരെ മോശം അഭിപ്രായം നേടിയ സിനിമയായിരുന്നു. പക്ഷെ ആളുടെ മ്യൂസിക് അത് വേറെ ലെവലാണ്. സോങ് ആണെങ്കിലും BGM ഒക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൽ ആർട്ട് ചെയ്യുന്നത് അജയൻ ചല്ലിശ്ശേരി, മഞ്ഞുമ്മൽ ബോയ്സ്. പറയേണ്ട ആവശ്യമില്ല, ഒരു ഗോഡൗണും ഉണ്ട്. കൊടൈക്കനാൽ ഉണ്ടാക്കിയ ആളാ, ഗുണാക്കയും ഉണ്ടാക്കി. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായിരിക്കും. അതായത് വർക്ക് ചെയ്യുന്ന ടീം മൊത്തം വലിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള വലിയ ആൾക്കാരാണ്. അത് അങ്ങനത്തെ ഒരു ക്രൂവിനെയും കൊണ്ട് ധൈര്യമായിട്ടൊരു ഡയറക്ടർക്ക് സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റും. മാത്രല്ല അങ്ങനത്തെ ഒരു തീമാണ്, ഒരു വ്യത്യസ്തമായ സാധനമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഈ സെലക്ട് ചെയ്യുന്നതിനകത്തും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തീമിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാ, ഇവരൊക്കെ കൂടിയാൽ മാത്രമേ അത്രയും ഫുള്ളാവുള്ളൂ. ആ സിനിമ ആ ഡയറക്ടറുടെ വിഷൻ എങ്ങനെയാണോ അത് വരണമെങ്കിൽ ഈ ടീമുകളൊക്കെ വരേണ്ടി വരും. ഓക്കെ, എന്തായാലും അടുത്തത്
ആർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞത്. ഇനി എഡിറ്റർ ചമൻ ചാക്കോ 2018 സിനിമയുടെ എഡിറ്ററാണ്. കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ നമ്മുടെ കൽക്കി സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് അർച്ചന. ചെറിയൊരു സിനിമ കൽക്കി. ഏതായാലും കോസ്റ്റ്യൂമൊക്കെ എടുത്തു പറയേണ്ട സംഭവം. പിന്നെ VFX അതും കൽക്കി സിനിമയിൽ ഭാഗമായിട്ടുള്ള VFX ചെയ്ത പ്രവീൺ കില്ലാരുമാണ്. VFXന്റെ കാര്യത്തിലും അപ്പം സെറ്റ്. അതായത് എന്താ പറയുക, നമുക്ക് ഇതിന്റെ തീം അറിയുന്നുണ്ട്. അപ്പൊ VFXന്റേതായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ അതെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നോക്കുമ്പോഴേ ഭയങ്കര ത്രില്ല് നൽകുന്നുണ്ട് കേട്ടോ. കാരണം അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും ചെയ്യും കേട്ടോ. അത് ആളെ നന്നായിട്ട് ബാധിക്കും. പിന്നീട് അടുത്തൊരു മേ ബി ഒരു ട്രോളൊക്കെ ആവാം. പിന്നെ അതും അങ്ങനത്തെ കണ്ടന്റ് അങ്ങനത്തെ സാധനമാണ്. അതാണ് പ്രശ്നം. കിടലിനാണ്, പക്ഷെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ പണ്ടാറടങ്ങും. മേക്ക് ചെയ്യുന്നതിൽ അത്ര ഗംഭീരമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ്. അതെ, കാസ്റ്റ് ആൻഡ് ക്രൂ. അതെ. ഓക്കെ. പിന്നെ സ്റ്റണ്ട് അൻപറിവ് RDX എന്തായാലും അൻപറിവ് ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരാൾ കൂടി ഉണ്ട്, അതായത് ആവേശം സിനിമയിലെ സ്റ്റണ്ട് ചെയ്ത ചേതൻ ഡിസൂസ. അപ്പം പല രീതിയിലുള്ള ഫൈറ്റുകൾ കാണാം. അതെ, നമ്മൾ സാധാരണ ലെവലിൽ മാത്രമല്ല ഇതിന്റെ ഫൈറ്റ് ചിന്തിക്കേണ്ടത് കേട്ടോ. കാരണം VFX പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആവാം മേ ബി. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആവാനാണ് ചാൻസ്. എന്തായാലും നോക്കാം. പിന്നെ പബ്ലിസിറ്റി ഡിസൈനറായിട്ട് പ്ലാൻ ചെയ്യുന്നത് കങ്കുവ സിനിമയുടെ പബ്ലിസിറ്റി ഡിസൈനറായിട്ടുള്ള കപിലനാണ് എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. കങ്കുവ സിനിമയുടെ പബ്ലിസിറ്റി ഒക്കെ ഭയങ്കരമായിരുന്നു. പടം എന്തോ ആയിക്കോട്ടെ, അതില് സിനിമ പടം പടമായിട്ടും അതിന് 100 കോടി കളക്ഷൻ കയറി. എന്താ കാര്യം, അതിന് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹൈപ്പ് അതൊരു ഭയങ്കരം തന്നെയായിരുന്നു. ഇത് മലയാള സിനിമ മാത്രമായിട്ടല്ല ഇരുന്നത് കേട്ടോ, പാൻ ഇന്ത്യൻ ആണ്. പ്രത്യേകിച്ച് തെലുങ്കിലും മലയാളത്തിലുമായിട്ടാണ് കൂടുതലായിട്ടും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കാസ്റ്റ് ആൻഡ് ക്രൂ പറഞ്ഞു. കാസ്റ്റിൽ SJ സൂര്യ വരുന്നുണ്ടെന്നുള്ളത് ആൾറെഡി റൂമർ വന്നതായിരുന്നു. പിന്നെ ആന്റണി പെപ്പെ വരുന്നുണ്ട്, അതും പറഞ്ഞ് റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ വന്നിട്ടുണ്ടായിരുന്നു. ആള് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ ഒരു പരിപാടി തുടങ്ങാൻ പോവാണ്, വലിയ സംഭവമാണ്. പിന്നെ നമ്മൾ അറിഞ്ഞത് പെപ്പയും ദുൽഖറും തമ്മിലുള്ള അത് പറയണ്ടേ. ഓക്കെ. അടുത്തത് പ്രിയങ്ക മോഹൻ, ആളാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. അതിൽ മാത്രം എനിക്കൊരു സന്തോഷമില്ലാത്തത്. കാരണം ഒരു രീതിയിലുള്ള എക്സ്പ്രഷനോ ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ നിന്നോളും. കുറച്ചെങ്കിലും നന്നായത് നമ്മുടെ സങ്കടമായിപ്പോയി. അല്ലേ, ക്യാപ്റ്റൻ മില്ലറിലല്ലേ കുറച്ചെങ്കിലും നന്നായിട്ട് വന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. അതൊരു സത്യം അല്ലേ, ആ സാരിയൊക്കെ എടുത്ത് ഫയർ ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു വലിയ ടീം, വലിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള വലിയ ആൾക്കാർ ഒക്കെപ്പാടെ കൂടിയിട്ട് ഒരു വലിയ സിനിമ ചെയ്യുന്നു, ഒരു സൂപ്പർ ടീമിൽ. എന്താണെങ്കിലും ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. പറഞ്ഞു കേട്ടത് വെച്ചിട്ട് ഫെബ്രുവരിയിൽ ഷൂട്ടൊക്കെ തുടങ്ങും എന്നുള്ളതൊക്കെയായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും എന്നാണെന്നുള്ളതൊന്നും അറിയില്ല. ഫെബ്രുവരി 20-നും ഫെബ്രുവരി 13-നും ഇടയിലായിട്ട് തുടങ്ങും. അല്ല, അപ്പുറത്ത് മറ്റതിന്റെ കാര്യവും പറയുന്നുണ്ട് തെലുങ്കില്. അതാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ. ഒക്കത്താര. എന്താണെങ്കിലും അതൊക്കെ തിരിക്കുന്നുള്ളൂ. എന്തായാലും ഇത് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനായിരിക്കും ആളുടെ പ്ലാൻ. അത് അങ്ങനെ ആയിരിക്കാം. എന്താണെങ്കിലും കാത്തിരിക്കാം അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. നിങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.